മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകില്ല എന്നാണ് വി.ഡി. സതീശനെ പിന്തുണക്കുന്നവരും പറയുന്നത്. എന്നാൽ എത്ര കാലം ഇങ്ങനെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ എന്നോർക്കണം. അപ്പോൾ തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. മുസ്ലിം ലീഗ് ഈ മന്ത്രിസഭയിൽ തുടരണമോ എന്ന ചർച്ച മറ്റൊരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ സങ്കീർണമാണ് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നും ഒരു വിളി വരുന്നത്. അത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നല്ല, സൈബർ തട്ടിപ്പാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ വരുന്നുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകട്ടെ. പക്ഷേ എവിടെ നിന്നാണ് നമ്പർ കിട്ടിയത് വിദ്യാ ബാലകൃഷ്ണൻ MLA-യുടേത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. വിളിക്കുന്നതും പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് വിദ്യാ ബാലകൃഷ്ണനും പറയുന്നുണ്ട്. സൈബർ തട്ടിപ്പാണോ അതല്ല ഇതിന് പിറകിൽ യഥാർത്ഥമായ എന്തെങ്കിലും കഥകളുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ MLA-മാരെ വിലക്കടക്കാൻ കഴിയുമോ എന്നാണോ നോക്കുന്നത്? ഇതിനു പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യമൊക്കെ പ്രസക്തമാണ്. കാരണം കേരളത്തിലും BJP കണ്ണുവെച്ചിട്ടുണ്ട്. BJP ഇപ്പോൾ രാജ്യവ്യാപകമായി നടപ്പാക്കി വരുന്ന ഒരു രീതിയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പ്രതിപക്ഷ കക്ഷികളെ ഭിന്നിപ്പിക്കുക എന്നതാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് പണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ പല രാജാക്കന്മാരും സാമ്രാജ്യത്വവും നടപ്പാക്കിയ രീതിയാണ് എന്നത് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഭിന്നിപ്പിക്കാൻ BJP ശ്രമം നടക്കുന്നത്. അതിൽ BJP വിജയിക്കുകയും ചെയ്യുന്നു. അതിന് പല രൂപത്തിൽ പല ഏജൻസികളെയും ഉപയോഗിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളെ, പ്രത്യേകിച്ച് ED-യെ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി ED-യുടെ സമൻസ് ലഭിച്ച ഉടനെ കൂറുമാറി നേരെ വിമതപക്ഷത്തേക്ക് മാറി എന്ന വാർത്തയും പുറത്തു വന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഭിന്നിപ്പിക്കുക എന്ന തന്ത്രം കേരളത്തിൽ കോൺഗ്രസിലൂടെ നടപ്പാക്കാനാണോ BJP ശ്രമിക്കുന്നത്? അതിന് മനസ്സുള്ളവരുണ്ടോ കോൺഗ്രസിൽ എന്ന പരിശോധനയാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 3 കോടിയുണ്ടോ മന്ത്രിയാക്കാം എന്ന ഫോൺ കോളിന് പിന്നിൽ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു MLA മാത്രമാണ് പുറത്തു പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. മൂടിവെക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ ഒടുവിലാണ് പുറത്തു വന്നത്. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. അതിനിവിടെ കോൺഗ്രസ് നേതൃത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നേതൃത്വമില്ല. മന്ത്രിയാണ് KPCC പ്രസിഡന്റ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ KPCC ഓഫീസിലേക്ക് വരുന്നതേ ഇല്ല എന്നത് മറ്റൊരു വിഷയം. അവിടെ നിൽക്കട്ടെ, അതിലേക്കൊന്നും കടക്കുന്നില്ല. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൽ പണം കൊടുത്താൽ മാറുന്നവരുണ്ടോ എന്ന ചോദ്യം, അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ വിളി എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു ഭാഗത്ത് സമീപ ഭാവിയിൽ തന്നെ കോൺഗ്രസ് മന്ത്രിമാരിൽ മാറ്റമുണ്ടാകുമോ? ഒരു ഇളക്കി പ്രതിഷ്ഠ നടക്കാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ് മന്ത്രിമാരിൽ മാറ്റമുണ്ടായാൽ മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകും. അങ്ങനെ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഇത്ര പെട്ടെന്ന് നടപ്പാക്കുമോ? അത് മന്ത്രിസഭയെ ബാധിക്കില്ലേ? UDF-നെ ബാധിക്കില്ലേ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ചില ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണം വേഗത്തിൽ നടക്കുമോ അതല്ല അന്വേഷണം പൂഴ്ത്തിവെക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ അറിയാം. മറ്റു പല കേസുകളിലും വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ കേസിൽ അത്ര വേഗത്തിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉയർന്നുണ്ട്. ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന വിഷയവും വലിയ പ്രശ്നം തന്നെയാണ്. എന്ന് വെച്ചാൽ ആകെ ഒരു അനിശ്ചിതത്വമാണ്. സർക്കാരിൻ്റെ വഴിക്ക് പോകുന്നു. BJP കേരളത്തിൽ അവരുടെ നയങ്ങൾ നടപ്പാക്കുന്നു ഇപ്പോഴുള്ള സർക്കാരിലൂടെ. അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന സംഘടന തന്നെ ഇല്ലാതാകുന്നു. KPCC പ്രസിഡന്റ് ഇല്ലാതായിട്ട് ദിവസങ്ങളായി. പുതിയ KPCC പ്രസിഡന്റ് വരും വരില്ല എന്നൊക്കെ കേൾക്കുന്നു. അതിലും തീരുമാനമെടുത്തിട്ടില്ല ഹൈക്കമാൻഡ്. അങ്ങനെ മൊത്തം UDF-ൽ അനിശ്ചിതത്വം നിലകൊള്ളുന്നു. അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. അത് ഭരണത്തെയും ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്.